ഭൂരിപക്ഷം കിട്ടിയ ആളിനെ വേറെ എന്തൊക്കെയോ കാരണം പറഞ്ഞ് വേറൊരാളിനെ എടുത്തു വെച്ചിട്ട് പറയുകയാണ് ജനാധിപത്യം. ഇതെന്താണ് ജനാധിപത്യത്തിന്റെ വിവക്ഷ തന്നെ തെറ്റിക്കുകയാണ്. നിങ്ങളുടെ പാർട്ടി രീതിയാണെന്നൊക്കെ പറയൂ. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നൊന്നും പറയല്ലേ. CLP മീറ്റിംഗ് കൂടുമ്പോൾ ആ CLP MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളെയാണ് നേതാവായി തിരഞ്ഞെടുക്കാറ് പതിവ്. ഇവിടെ CLP യോഗം ചേർന്നപ്പോൾ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ പേരും അവിടെ ഉയർന്നു വന്നു. അതിൽ എത്ര പേർ എന്നുള്ള വിവരങ്ങളൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് ഒരു കൃത്യമായ വിവരം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. നോക്കൂ, ആ വന്ന സാഹചര്യത്തിൽ കൂടുതൽ അത് സംബന്ധിച്ച് എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച നടത്തുവാൻ AICC നേതൃത്വം തയ്യാറായി. അതിലെ മുൻ KPCC പ്രസിഡന്റുമാരുണ്ട്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റുണ്ട്, വൈസ് പ്രസിഡന്റുമാരുണ്ട്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതൃത്വമുണ്ട്, അതുമായി ബന്ധപ്പെട്ടവരുണ്ട്. അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ഒരു ജനാധിപത്യ പാർട്ടി, അല്ലാതെ ഒരു പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് എടുത്തിട്ട് ഒരു നേതാവിൻ്റെ പേര് വായിക്കുകയല്ല ഒരു ജനാധിപത്യ പാർട്ടി ചെയ്തത്. മറിച്ച് വിശാലമായ അർത്ഥത്തിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ട് അതിൻ്റെ നേതാവിനെ കൃത്യമായി തീരുമാനിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് 2 ദിവസത്തിന് മുമ്പേ നേതാവിനെ നിശ്ചയിക്കുകയും ചെയ്തു. ഭൂരിപക്ഷം കിട്ടിയ ആളിനെ വേറെ എന്തൊക്കെയോ കാരണം പറഞ്ഞ് വേറൊരാളിനെ എടുത്തു വെച്ചിട്ട് പറയുകയാണ് ജനാധിപത്യം. ഇതെന്താണ് ജനാധിപത്യത്തിന്റെ വിവക്ഷ തന്നെ തെറ്റിക്കുകയാണ്. നിങ്ങളുടെ പാർട്ടി രീതിയാണെന്നൊക്കെ പറയൂ. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നൊന്നും പറയല്ലേ.